അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, അൽ മുആഖാത്തു ബൈനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കിടയിൽ സൗഹൃദം സ്ഥാപിക്കൽ. നസല സഅലബത്തുൽ അസ്ദിയു ബി ഔലാദിഹി. സഅലബത്തുൽ അസ്ദി തൻ്റെ സന്താനങ്ങളുമായിട്ട് താമസമാക്കി. ഹീന ജലൗ മിനൽ യമൻ, അവർ യമനിൽ നിന്നും നാട് വിട്ടപ്പോൾ, ബി യസ്രിബ, യസ്രിബിൽ താമസമാക്കി. ഫക്കാന ലി ഹാരിസത്ത ബിനി സഅലബത്ത ഇബ്നാൻ, സഅലബയുടെ മകൻ ഹാരിസയ്ക്ക് 2 ആൺമക്കളുണ്ടായിരുന്നു. അൽ ഔസു വൽ ഖസ്റജു, ഔസ് ഖസ്റജ് എന്ന 2 ആൺമക്കളുണ്ടായിരുന്നു. വ ഉമ്മുഹുമ ഖൈല ബിന്തു കാഹിൽ, അവരുടെ മാതാവ് ഖൈല ബിന്തു കാഹിലാണ്. ഫ ബനുൽ ഔസ് ഉരിഫു ബിൽ ഔസ്, അങ്ങനെ ഔസിൻ്റെ സന്താനങ്ങൾ അവർ ഔസ് എന്ന പേരിൽ അറിയപ്പെട്ടു. വ ബനുൽ ഖസ്റജി ഉരിഫു ബിൽ ഖസ്റജ്, ഖസ്റജിൻ്റെ സന്താനങ്ങൾ ഖസ്റജ് എന്ന പേരിലും അറിയപ്പെട്ടു. വ യുഖാലു ലഹുമ ജമിയൻ, ഈ 2 വിഭാഗത്തിനും ജമിയൻ ഒരുമിച്ച് പറയപ്പെടും, ഒന്നിച്ച് പറയപ്പെടും ബനു ഖൈല. ബനു ഖൈല എന്ന് പറഞ്ഞാൽ ഈ 2 ഗോത്രവുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബനു ഖൈല ഖൈല ഗോത്രം കാനു ഹുമുൽ അറബ ബി യസ്രിബ, അവരായിരുന്നു യസ്രിബിലുണ്ടായിരുന്ന അറബികൾ. വക്കാനത്ത് ബൈനൽ ഔസി വൽ ഖസ്റജി ഖബ്ലൽ ഇസ്ലാമി ഹുറൂബുൻ, ഔസ് ഖസ്റജി ഗോത്രങ്ങൾക്കിടയിൽ ഇസ്ലാമിന് മുമ്പ് ധാരാളം യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. വ അയ്യാമുൻ ദാമത്ത് അക്സറ മിൻ ഖർൻ, ഒരു നൂറ്റാണ്ടിലധികം നിലനിന്ന ദിവസങ്ങളും യുദ്ധങ്ങളും ഇസ്ലാമിന് മുമ്പ് അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഹത്ത ഉരിഫത്ത് നജ്ദത്തുഹും, എത്രത്തോളം അങ്ങനെ അവരുടെ തീവ്രത അറിയപ്പെട്ടു. വദുക്കിറത്ത് ഷജാഅത്തുഹും, അവരുടെ ധീരത പറയപ്പെടുകയും ചെയ്തു. അതിന് മാത്രം ആ 2 ഗോത്രങ്ങൾക്കിടയിൽ നൂറ്റാണ്ടുകളിലധികം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളും സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. വലാക്കിന്ന ഹാദൽ ഖിതാൽ അദ്ദായിം, പക്ഷേ ഈ തുടർന്ന് നിൽക്കുന്ന ഈ യുദ്ധങ്ങൾ കാദ അൻ യുഫ്നിയഹും, അവരെ നശിപ്പിക്കാനെടുത്തു. ഫഫി ഹാദൽ വഖ്തി അൽ അഹ്വജ്, ഈ ആവശ്യമുള്ള സമയത്ത്, വൽ അഹ്റജ്, ഈ നിർണായകമായ സമയത്ത്, ഹല്ലത്ത് ബിസാഹത്തിഹിം ദഅവത്തുൽ ഇസ്ലാം, അവരുടെ മുറ്റത്ത് ഇസ്ലാമിക പ്രബോധനം എത്തി. അങ്ങനെ ഫജമഅതുഹും ഫി ളില്ലിൽ ഇഖ്വതി ഉഖുവതി വൽ അദ്ൽ വൽ ഇസ്ലാം വസ്സലാം, ഇസ്ലാമിക പ്രബോധനം ദഅവത്ത് അവരെ ഒരുമിച്ച് കൂട്ടി. ഫി ളില്ലിൽ ഉഖുവതി വൽ അദ്ലി വസ്സലാം, സാഹോദര്യത്തിൻ്റെയും നീതിയുടെയും രക്ഷയുടെയും തണലിൽ അവരെ ഒരുമിച്ച് കൂട്ടി. ഹത്തം തസജത് അന്നുഫൂസ്, ഹത്തം തസജത്തിൻ നുഫൂസു, അങ്ങനെ
മനസ്സുകൾ കൂടിച്ചേർന്നു. വതആലഫത്തിൽ അർവാഹു, ആത്മാവുകൾ ഇണക്കമുള്ളതായി തീർന്നു. വതആവനത്തിൽ അജ്സാം, ശരീരങ്ങൾ പരസ്പരം സഹകരിക്കുന്നതായി തീർന്നു. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാ, നിങ്ങൾ ശത്രുക്കളായിരുന്ന സമയത്ത് നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം നിങ്ങൾ ഓർത്ത് നോക്കുക. വദ്കുറൂ, നിങ്ങൾ ഓർക്കുക, നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ. ഇദ് കുൻതും അഅദാ, നിങ്ങൾ ശത്രുക്കളായിരുന്ന സമയത്ത്. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, ആ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി അള്ളാഹു നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കി. ഫഅസ്ബഹ്തും ബിനിഅമതിഹി, അള്ളാഹുവിൻ്റെ നിഅമത്ത് കാരണമായിട്ട് നിങ്ങളായിത്തീരുകയും ചെയ്തു. ഇഖ്വാന, സഹോദരങ്ങളായിത്തീരുകയും ചെയ്തു. വഹദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകീകരിച്ചു. ഇസ്മഹാത്തൈനിൽ ഖബീലത്തൈൻ, ഈ രണ്ട് ഗോത്രങ്ങളുടെ നാമം. ഫലഖബഹുമാ ബിൽ അൻസാർ, അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ ഈ രണ്ട് ഗോത്രത്തിന് സ്ഥാനപ്പേര് നൽകി. ബിൽ അൻസാർ, അൽ അൻസാർ എന്ന സ്ഥാനപ്പേര് നൽകി. ഫഇന്നഹും അല്ലദീന ആവൗ വനസറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വൽ മുഹാജിരീൻ, കാരണം ഇവർ അള്ളാഹുവിൻ്റെ റസൂലിനും മുഹാജിരീങ്ങൾക്കും അഭയം നൽകുകയും അവരെ സഹായിക്കുകയും ചെയ്തവരാണ്. വൽ മുഹാജിറൂൻ, മുഹാജിരീങ്ങൾ. ഹുമുല്ലദീന ഹാജറു മിൻ മക്കത്ത ഇലൽ മദീന, അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം നടത്തിയവരാണ്. ബഅദമാ ഹജറു മൗത്തിനഹും വ അംവാലഹും വ അംലാക്കഹും, അവരുടെ സ്വദേശവും അവരുടെ സമ്പത്തും അവരുടെ ഉടമയിലുള്ള വസ്തുക്കളും വെടിഞ്ഞതിന് ശേഷം മക്കയിൽ നിന്നും മദീനയിലേക്ക് പാലായനം നടത്തിയവരാണ് മുഹാജിരീങ്ങൾ. സുമ്മ അക്കദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാദിഹിൽ വഹ്ദ വന്നുസ്റ, പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശക്തിപ്പെടുത്തി ഹാദിഹിൽ വഹ്ദ വന്നുസ്റ, ഈ ഐക്യത്തെയും ഈ സഹായത്തെയും അള്ളാഹുവിൻ്റെ റസൂൽ ശക്തിപ്പെടുത്തി. ബിൽ മുആഖാത്തി ബൈനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കിടയിൽ സൗഹൃദം സ്ഥാപിക്കൽ കൊണ്ട്. ഫആഖാ ബൈനൽ മുഹാജിരീന വൽ അൻസാർ, അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ മുഹാജിരീങ്ങൾക്കും അൻസാറുകൾക്കും ഇടയിൽ സൗഹൃദം സ്ഥാപിച്ചു. ആഖാ ബൈനഹും, അള്ളാഹുവിൻ്റെ റസൂൽ അവർക്കിടയിൽ സൗഹൃദം സ്ഥാപിച്ചു. അലൽ മുവാസാത്ത്, പരസ്പരം സ്വാന്തനപ്പെടുത്തുന്നതിൻ്റെ മേൽ. വഅല തവാറുസി ബഅദൽ മൗത്ത്, മരണശേഷം പരസ്പരം അനന്തരമെടുക്കുന്നതിൻ്റെ മേലിലും അവർക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാഹോദര്യം സ്ഥാപിച്ചു. ഫകാന കുല്ലു അൻസാരിയിൻ ഫതനാഫസൽ അൻസാറു, അങ്ങനെ അൻസാറുകൾ മത്സരിച്ചു. ഫിൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളായിരിക്കുന്ന സ്വഹാബത്തിൻ്റെ വിഷയത്തിൽ. ഫമാ നസല മുഹാജിറുൻ അല അൻസാരിയിൻ ഇല്ലാ ബി ഖുർആ, ഒരു മുഹാജിറും ഒരൻസാരിയുടെ അടുക്കൽ താമസിച്ചില്ല. ഇല്ലാ ബി ഖുർആ, നെറുക്കിടൽ കൊണ്ടല്ലാതെ. അത്രത്തോളം മുഹാജിരീങ്ങളുടെ വിഷയത്തിൽ അൻസാറുകൾ മത്സരിക്കുകയുണ്ടായി. ഫകാന കുല്ലു അൻസാരിയിൻ വ നസീലുഹുൽ മുഹാജിരി, ഏതൊരു അൻസാരിയും അവൻ്റെ അതിഥിയായ മുഹാജിറും അഹവൈനി യതവാറസാനി, പരസ്പരം അനന്തരമെടുക്കുന്ന സഹോദരങ്ങളായി മാറി. പിന്നീട് ആ നിയമം ദുർബലമാക്കപ്പെട്ടതാണ്. ഖാല അല്ലാഹു തആല,
അൻസാറുകളെക്കുറിച്ചും മുഹാജിരീങ്ങളെക്കുറിച്ചും അല്ലാഹു തആല പറഞ്ഞു. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിരീങ്ങളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നന്മയിൽ അവരെ പിന്തുടർന്നവരും, റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹു അവരെയും അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. മാത്രവുമല്ല, വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗത്തിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗങ്ങൾ അല്ലാഹു തആല അവർക്ക് തയ്യാർ ചെയ്തിരിക്കുന്നു. ഖാലിദീന ഫീഹാ അബദ, എക്കാലത്തും ആ സ്വർഗത്തിൽ നിത്യവാസികളായ നിലയിൽ. ദാലിക്കൽ ഫൗസുൽ അലീം, ഇത് അതിമഹത്തായ വിജയമാകുന്നു എന്ന് അല്ലാഹു തആല അൻസാറുകളും മുഹാജിരീങ്ങളുമായ സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.